ഹലോ മക്കളെ, ഇന്നലെ നമ്മൾ ആ എന്നുള്ള ലെറ്റർ പഠിച്ചു അല്ലേ? ആ ആ എന്ന് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോസിൽ നമ്മൾ പരിചയപ്പെട്ടു. ഇന്ന് നമുക്ക് മറ്റൊരു ലെറ്റർ പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാമെന്ന ലെറ്ററിൻ്റെ പേരാണ് ഇ. ഇ എന്ന് നമുക്ക് ഹിന്ദിയിൽ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. എൻ്റെ കൂടെ എഴുതണേ. നമ്മൾ താഴോട്ടൊരു സ്റ്റാൻഡിങ് ലൈൻ വരയ്ക്കുക. എന്നിട്ട് നമ്മൾ ഇംഗ്ലീഷ് അക്ഷരമായ എസ്, മക്കറിയോ മലയാളത്തിലെ ഡായൊക്കെ പോലെ ഇങ്ങനെ ഒരു ഇത് കൊടുക്കുക. താഴോട്ട് വരച്ചിട്ട് അതിൻ്റെ താഴെ ഇങ്ങനെ ഷേപ്പ് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ താഴോട്ടേക്ക് ഇങ്ങനെ വളയ്ക്കുക. ഓക്കെ, എന്നിട്ട് മുകളിലത്തെ നമ്മുടെ ലൈൻ വരയ്ക്കുക. ഈ ഈ ഒന്നുകൂടെ ഇനി മലയാളത്തിലെ ഈ എങ്ങനെയാ നോക്കാം. കുഞ്ഞു വട്ടം കൊടുത്ത് ഇങ്ങനെ ഇങ്ങനെ ഈ ഈ ഒന്നുകൂടെ നമ്മൾ കാണിക്കാൻ പോവാണ്. ഹിന്ദിയിലെ ഈ എങ്ങനെയാ? താഴോട്ട് കുഞ്ഞു ലൈന് വരയ്ക്കുക. ആ വരച്ച ലൈനിന്റെ താഴെ തന്നെ നമ്മൾ എസ് പോലെ കൊടുക്കുക. എന്നിട്ട് അതിന് ഇങ്ങനെ താഴോട്ടേക്ക് വളയ്ക്കുക. എന്നിട്ട് മുകളിലെ ലൈന് കൊടുക്കുക. ഈ ഈ ഈ ഇനി ഈ എന്നുള്ള അക്ഷരം കഴിഞ്ഞാൽ അടുത്തത് എന്താ? ഈ ഇല, ഈ അല്ലേ? നമുക്ക് ഇനി ഈ കഴിഞ്ഞാൽ നമ്മൾ അടുത്തൊരു അക്ഷരമാണ് ഈ. ഈ അതായത് നീട്ടി പറയും. ആദ്യം നമ്മൾ ഈ, പിന്നെ ഈ. എങ്ങനെയാ? ആദ്യം നമ്മൾ ഈ കൊടുക്കുക. ഈ എങ്ങനെ നമ്മൾ പറഞ്ഞു? താഴോട്ട് കുഞ്ഞു ലൈന് വരച്ചിട്ട് എസ് പോലെ കൊടുത്തിട്ട് അതിനിങ്ങനെ വളച്ച് കൊടുക്കുക അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യണമെന്നോ? മുകളിലെ ലൈൻ ഇടാം. ഈ ഈ എന്നതിൻ്റെ മുകളിൽ എന്ത് ചെയ്യുക? നമ്മൾ ഒരു സി പോലെ ചിഹ്നത്തെ കൊടുക്കുക. അപ്പോൾ അതെന്തായി? ഈ ഈ എന്താ വായിക്കുക? ഈ എങ്ങനെയാ? കുഞ്ഞു വട്ടം കൊടുത്തു അങ്ങനെ വളച്ചു. വീണ്ടും മുകളിലോട്ട് താഴോട്ട് ഇങ്ങനെ വളച്ചു. എന്നിട്ട് ഈ വരനെ ഇങ്ങനെ ഇടതുവശത്തേക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നിട്ട് വീണ്ടും ലെഫ്റ്റിലോട്ട് കൊടുത്തു. ഈ ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു ചിഹ്നത്തെ കൊടുക്കുക. അപ്പം ഈ ഈ ഒന്നും കൂടെ ഹിന്ദിയിലെ ഈ എങ്ങനെയാ നോക്കാം. ഈ ഇട്ടു അല്ലേ? ഈ ഇട്ടിട്ട് നമ്മൾ മുകളിൽ എന്ത് ചെയ്യുക? സി ചിഹ്നം പോലെ കൊടുക്കുക. ഈ ഈ റെഡി. ഇനി നമ്മൾ അടുത്ത അക്ഷരമാണ് ഊ. ഊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഊരൽ, ഊറി. ഊ വെച്ചിട്ട് ഒരുപാട് വാക്കറിയായിരിക്കും മക്കൾ അല്ലേ? അപ്പൊ അങ്ങനെ ഹിന്ദിയിൽ എങ്ങനെ ഊ എഴുതാം? നമ്മൾ ഇന്നലെ പഠിച്ചില്ലേ? ആ പഠിച്ചില്ലേ? 3 ഷേപ്പ് അതുപോലെ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? മുകളിലത്തെ ലൈൻ ഇടണം. ഹിന്ദിയിൽ നിർബന്ധമാണ് അല്ലേ? ഹിന്ദി അക്ഷരം പൂർണ്ണമായി നമ്മൾ മുകളിലെ ലൈന് കൊടുക്കും. ഊ ഊ എങ്ങനെയാ? സിമ്പിൾ ആണല്ലേ? എങ്ങനെയാ? നമ്മൾ ഇന്നലെ ആ ഇട്ട് പഠിച്ചു 3 കൊടുക്കുകയാണ് അല്ലേ? ഇങ്ങനെ കൊടുത്തിട്ട് എന്ത് ചെയ്യണം? നമ്മൾ മുകളിലത്തെ ലൈന് കൊടുക്കണം. ഊ ഊ ഇതെങ്ങനെ മലയാളത്തിൽ എങ്ങനെ ഇതാ നോക്കാം. കുഞ്ഞു സർക്കിൾ കൊടുത്തിട്ട് ഈ സർക്കിൾ എന്നുണ്ടല്ലോ ഈ വൃത്തത്തെ ഇങ്ങനെ വളച്ച് ഇങ്ങനെ ഇങ്ങോട്ടേക്കാക്കുക. എന്നിട്ട് വീണ്ടും ലെഫ്റ്റിലോട്ട് കൊടുത്തു. ഊ ഊ ഊ എന്നുള്ള അക്ഷരം കഴിഞ്ഞാൽ പിന്നെ ഏതാ? ഊ എന്ന നീട്ടും. നമ്മൾ എന്ത് ചെയ്യണം? ഊ എന്നുള്ള അക്ഷരം നമ്മൾ എന്ത് ചെയ്യണം? ഇട്ട് കൊടുക്കുക. നോക്കാം. ഊ നോക്കണേ. ഊ ഇട്ടാണ് നമ്മൾ എന്ത് ചെയ്യണം? ഈ ആക്കുന്നല്ല നമ്മൾ എന്തായിരുന്നു? ഊ ഇതിന്റെ ബാക്കിൽ ഒരു വാല് കൊടുത്തല്ലേ? ബാക്ക് സൈഡ് അതുപോലെ എന്ത് ചെയ്യണം? നമ്മൾ ഊക്കു കൊടുക്കുക. എന്നിട്ട് മുകളിലത്തെ ലൈൻ ഇടാം. ഇപ്പൊ എന്തായി? ഊ. ഒന്നുകൂടെ അങ്ങനെ വരയ്ക്കാം. വാല് കൊടുക്കാം. ഊ ഊ മലയാളത്തിൽ എങ്ങനെയാ? ഊ ഇട്ടു. ഊ നമ്മൾ നേരത്തെ കാണിച്ചു. ഊന്റെ കൂടെ എന്ത് ചെയ്യാ? നമ്മൾ ഈ എന്നുള്ള അക്ഷരത്തിന് ഒരു ചിഹ്നം കൊടുത്തില്ലേ? അതേ ചിഹ്നം ഊന്റെ കൂടെ കൊടുത്താൽ എന്താവും? ഊ ഊ സെറ്റല്ലേ? ഒന്നുകൂടെ കാണിക്കാൻ പോവാണേ. നമ്മൾ ഇന്ന് ആദ്യം വരച്ചപ്പെട്ടു ഈ നമുക്കറിയാം. താഴോട്ട് ഇങ്ങനെ കുഞ്ഞു ലൈന് വരച്ചിട്ട് അതിൻ്റെ താഴെ എൻഡിങ്ങിൽ എന്ത് ചെയ്യുക? എസ് പോലെ കൊടുത്തിട്ട് ഇങ്ങനെ വളയ്ക്കുക.
എന്നിട്ട് മുകളിലത്തെ ലൈൻ ഇട്ടു ഈ. പിന്നെ നമ്മൾ പരിചയപ്പെട്ടതാ ഈ. ഇതേതാണ് ഈ. ഈ എങ്ങനെയാ? കുഞ്ഞു ലൈന് താഴോട്ടിട്ടു, എസ് കൊടുത്തു അല്ലേ, എസിന്റെ പോലെ ഷേപ്പ് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഈന്റെ മുകളിൽ എന്ത് ചെയ്യും? സി ചിഹ്നം പോലെ കൊടുക്കല്ലേ, ഈ. ഈ. അടുത്ത നമ്മൾ ഏതാ പരിചയപ്പെട്ടത്? ഊ. ഊ. ഊ എന്നുള്ള അക്ഷരം എങ്ങനെയാ? നമുക്കറിയാം 3 അല്ലേ, മലയാളത്തില് നമ്മള് മാത്സിൽ അല്ലേ, കണക്കിലുള്ള 3 എന്നൊക്കെ പറയുന്ന രൂപ അല്ലേ, അതിനെന്ത് ചെയ്തു? മുകളിലെ വര കൊടുത്തു, ഊ. ഊ. പിന്നെ നമ്മൾ ഏതാ പരിചയപ്പെട്ടത്? ഊ. ഊ എങ്ങനെയാ? ഊന്നെന്ത് ചെയ്യാ? ഊ ഇടാം. ഊന്നെന്ത് ചെയ്യാ? ബാക്കിലൊരു വാല് കൊടുക്കാം നമുക്ക്. എന്നിട്ട് മുകളിലത്തെ ലൈൻ ഇട്ടു, ഊ.